എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയണേ, നിങ്ങളെ വീട്ടിൽ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ അത് ഒരുപാട് വർഷമായിട്ട് ചെയ്തു വെച്ചൊരു സംഭവമാണ്. ഇത് കോൺക്രീറ്റ് ഞാനൊന്നും പറയണില്ല. ഇത് ഈ വെള്ളത്തിൽ ഈ ഒരു ലൈൻ ഇതാ വെച്ചിങ്ങനെ വെള്ളത്തിൻ്റെ ഇത് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ്. ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീട്ടിൽ എന്താ ഇതിന് പറയുക, എന്താ പറയുകയാണെങ്കിൽ എനിക്ക് നിശ്ചയില്ല, എന്താ ഇതിന് പറയുക, ചവറോ സവർ വെള്ളത്തിൻ്റെ. അപ്പോൾ ഞാനത് എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ എല്ലാ റൂമിലുണ്ട് അങ്ങനത്തെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്താൽ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടാക്കി. കാരണം പെട്ടെന്ന് കുളിച്ചിട്ട് വേഗം തലമുക്ക് വെള്ളം സ്പീഡിൽ വരാനോ വേഗം കുളിക്കാനോ ഒക്കെ പാടെ കൂട്ടി ചെയ്തതാണ്. അപ്പോൾ ഞാനിത് ആദ്യത്തേരുണ്ടാക്കിയത്. ഇത് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. ഇത് കാലങ്ങളോളം ഓടിക്കണത്. ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടാമതും അവിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ കണ്ടിയത് ടൈറ്റാക്കിയാൽ നമ്മൾ ഇവിടെ കുളിക്കുന്നിടത്ത് ഇത്ര ഇത്ര ഉണ്ടാവും. അപ്പം നമുക്കിത് ഇങ്ങോട്ടേക്ക് തിരിക്കണം. കണ്ടില്ലേ, നമ്മൾ എവിടെ നിൽക്കണ വെച്ചാൽ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കണം. കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് ആക്കണം. ഇങ്ങോട്ടേക്ക് ഇത് ഇനി ഇത് വേണ്ട, ഞാൻ അതിന് വേണ്ടെന്ന് എനിക്ക് ഞാൻ വെച്ചത് ഒരുപാട് കാലം എൻ്റെ മക്കളും ഞാൻ അത് ഉണ്ടാക്കിയ ശേഷം ഇവിടെയാണ് എൻ്റെ എല്ലാ മക്കളും വേഗം വന്ന് കുളിക്കുക. കാരണം ഇതാണ് തിരിക്കുമ്പോൾ വെള്ളം ഭയങ്കര സ്പീഡാണ്. ആ സ്പീഡിൽ നമുക്ക് വേഗം കുളിച്ച് ഇറങ്ങാനും പറ്റും. അങ്ങനെ ഒരു സംഭവമാണ്. എനിക്കിത് എൻ്റെ ബോംബെയിൽ ഞാൻ ഇളനീക്കടയിലും ഞാൻ ഇതേമാതിരി ചെയ്തു. ഞാൻ തന്നെ ചെയ്തിരിക്കണേ. അവിടെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് വിട്ടുതരാം. ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്നുണ്ട് കുളിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം കുളിക്കും ചെയ്യാം. ഇനി ഇത് വേണ്ട, ഇതുകൊണ്ട് ഊരിയിട്ട് ഇവിടെ വെച്ചാൽ മതി. എന്നിട്ട് ഈ സാധനം എടുത്തിരിക്കുക, വേഗം കുളിക്കുക. വേഗം നിങ്ങളിപ്പോൾ ചേട്ടൻ്റെ വർത്തമാകുമ്പോൾ വെള്ളം നല്ല കഴിയുമെന്നൊക്കെ ഒരു തോന്നലുണ്ട്. വെള്ളം അത്ര കഴിയുന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം തന്നെ ഒരു മേത്ത് കൊണ്ട് വെള്ളമാകുമ്പോഴത്തേന് അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും വെള്ളത്തിൻ്റെ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമെന്ന് അറിയാം. നമ്മളെ ശരീരം വേദനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം നല്ല സ്പീഡിൽ കൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഇരിക്കണമെങ്കിൽ ഇരുന്നാലും നമ്മളെ ശരീരത്തേക്ക് എവിടെയൊക്കെയാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ സ്പീഡ് കൂട്ടിയിങ്ങനെ മേത്തൊക്കെ ആക്കി കൊടുത്താൽ ആ വേദന കുറേ മാറിക്കിട്ടും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മരുന്നാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം നമ്മൾക്ക് ഒരു മുറി ആയാലും അല്ല പെട്ടെന്ന് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും കാലുമ തട്ടിയിട്ട് വേദന അനുഭവപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. അപ്പോഴും ആ വേദന മാറും. അതിലൊക്കെ പിന്നിൽ ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ പറയേണ്ടത് ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പോൾ ഇതിന് നിങ്ങളെ വീട്ടിലും വേണമെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കിക്കോളി. എൻ്റെ ഭാര്യയുടെ മൂത്ത എടുത്തിയുടെ ഭർത്താവും അവർ കുട്ടികളൊക്കെ പാടെ അളിയനൊക്കെ പാടെ വന്നിട്ട് ഇവിടെ അവർ പാവർട്ടിയിലാണ് അവരുടെ വീട്. ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ അളിയന് ഇതേമാതിരി അളിയനോട് പറഞ്ഞ അളിയെ ഇവിടുന്ന് അവിടെ കുളിച്ചോടി എന്ന് പറഞ്ഞപ്പോൾ അളിയനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അളിയൻ പറഞ്ഞു മാലി ഈ സംഭവം ചെയ്തത് നന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി ഞാൻ വേണമെങ്കിൽ കുളിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത്രയും സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ കട്ടാക്കണം. ഞാൻ ഇട്ട ഡ്രസ്സിൽ തന്നെ കുളിക്കുകയാണ്. മറ്റേ ഡ്രസ്സൊന്നും ഇല്ലാതെ ഷർട്ട് ഇടാതെ കുളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പലതും പറയും എന്തിനാ ഇങ്ങനെയൊക്കെ വേണ്ടാത്ത പണി ചെയ്തെന്നുള്ളത്. അപ്പോൾ ഞാൻ ഷർട്ട് കൊടുക്കണേ ഒന്ന് കുളിച്ച് കാണിച്ചു തരാം. ഓക്കെ, സംഭവം ഇത് പെട്ടെന്ന് കുളിക്കാതെ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെ ഡ്രസ്സ് ഇട്ട് കുളിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും. ഇതാണോ എന്താണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഡ്രസ് ഇട്ടതാട്ടാ. കണ്ടില്ലേ, വേഗം നല്ല സ്പീഡിൽ വെള്ളം ഏറ്റിട്ട് വരുന്നില്ല. അതേമാതിരി ഇതാ കണ്ടില്ല. ഇനി നിങ്ങൾക്ക് ശരീരം വേദനിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി. ഈ വെള്ളത്തിൽ ഇത് അടക്കണ്ട, അല്ലെങ്കിൽ ഇവിടൊക്കെ വെള്ളമാവും. എന്നിട്ട് എവിടൊക്കെ വേദനയ്ക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക. ഇതിലത്തോടെ തുറക്കുക. എവിടെയാണ് ഇല്ല ഇവിടൊക്കെ ഇങ്ങനെ എവിടെയാണ് ഇവിടൊക്കെ ശരീരം വേദന പറമ്പില് പണിയെടുത്ത് വന്നാലും ഇങ്ങനെ കുറേ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ശരീരത്തിന് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. ഒരു ശരീരത്തിന് ഒരു എക്സസൈസ് ആണ്. വേദന മാറും. കാരണം എന്താ, ഉമ്മാടെ മൂത്ത ആങ്ങളുണ്ട് ബാവക്കാക്ക. ഞങ്ങൾ ചേട്ടനിന്ന് വീഡിയോ എടുത്ത് വിട്ടതാണ്. മൂപ്പര് ഈ കളരിയുടെ തൊക്കെയുള്ള ഉസ്താദാണ്. നല്ല പഠിച്ച അഭ്യാസം നേടിയ ആളാണ്. ഇപ്പോൾ ഈ പ്രായത്തിന്
മൂപ്പുകാരൻ എന്നോട് പറഞ്ഞതാ. എന്താ വെച്ചാല് ഇങ്ങനൊക്കെ വേദന ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഇതല്ല, വെള്ളം കൊണ്ട് എവിടെയും വേദന അനുഭവപ്പെട്ട വെള്ളം കൊണ്ട് തുടക്കാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഞാനും എന്റെ ഉമ്മയുടെ ആങ്ങള ബാഗാക്കയും കൂടി ബാഗാക്കയുടെ മോളെ കല്യാണം പറയാൻ വേണ്ടിട്ട് പണ്ട് ഇപ്പോഴൊന്നും കൊല്ലം ഒരുപാടായി. അന്ന് മക്കള് ഗൾഫിലൊക്കെ കണ്ടേ. അപ്പൊ ഞാൻ ബോംബെ നാട്ടിൽ വന്നപ്പോ കാക്ക പറഞ്ഞു, എടാ മാനിയോ ഇങ്ങനെ മോളെ കല്യാണം പറയണം, ഇജവിടെ എന്തെങ്കിലും ചെന്നോട് വായുവാണ്. അങ്ങനെ ഞാൻ എന്റെ പഴയ കാലത്ത് ആക്റ്റീവ വണ്ടി ഉണ്ടായിരുന്നു. ആ കാക്കി ഞാനും കൂടി പോവാണ് കല്യാണം പറയാൻ വേണ്ടി പോണ സമയത്ത് പെട്ടെന്ന് വണ്ടി ടയർ പഞ്ചറായിട്ട് ഞാൻ ഇക്കാക്കയും കൂടി വീണ്. കാക്കും പരിക്കുണ്ടായിരുന്നു, ഇക്കും പരിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വെള്ളം കൊണ്ട് ഉയിഞ്ഞെടുക്കുന്ന പറഞ്ഞു. അപ്പോഴാണ് ആ വെള്ളം കൊണ്ട് അതിന്റെ ഒരു വേദന മാറും എന്നുള്ളതിന്റെ പൂർണ്ണ വിശ്വാസമായി. പിന്നെ എവിടെ എന്തൊരു വേദന അനുഭവപ്പെട്ടാലും ഞാൻ വെള്ളം കൊണ്ട് ഉയര്. കാരണം ഉമ്മയുടെ ആങ്ങള അത്രയും കളരി പ്ലേറ്റും കളരിന്റെ ഇതൊക്കെ അഭ്യസം അറിയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇതോടെ ഈ വെള്ളം വരെ കൊടുക്കാൻ നിർത്തിക്കളാട്ടാ. ഇവിടെയൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടാ. ഇത് വേഗം കുളിച്ചിറങ്ങാൻ പറ്റും. വീട്ടിലൊക്കെ ഇവിടെ ഉണ്ടായിക്കോളെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര സ്പീഡാണ്. ഇപ്പൊ വെള്ളം മോട്ടർ വെള്ളം കുറവാണ്, വെള്ളം അടിക്കാൻ പോവാണ്. ഇന്ന് വെച്ചാൽ മോനെ ഇന്ന് 24-ാം തീയതി 24/6/2025 വീഡിയോ ആണ്. വെച്ചാൽ കുടുംബത്തിക്കൊക്കെ പോകാൻ ഉമ്മാന്റെ കുടുംബത്തേക്ക് വെച്ചാൽ